നമസ്കാരം. കാശ്മീരിലുണ്ടായ ഭീകരാക്രമണം നമ്മുടെ ഇന്ത്യൻ ജനസമൂഹത്തിലെ വളരെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു മഹാസംഭവമാണ്. മുംബൈ ഭീകരാക്രമണം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു വൻ ദുരന്തമാണ് ഈ പാകിസ്ഥാൻ്റെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഈ ആക്രമണം. ഒരുപാട് ജനങ്ങൾ, നമ്മുടെ ഇന്ത്യക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മളെ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയ ഒരു ദുരന്തമാണിത്. ഹിന്ദുവാണോ മുസ്ലിമാണെന്നൊക്കെ വേർതിരിച്ച് മുസ്ലിം അല്ല ഹിന്ദു ആണെന്ന് കണ്ടപ്പോഴത്തേക്കിന് കൊലപ്പെടുത്തി 29ഓളം മനുഷ്യരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ ഈ ഭീകരാക്രമണത്തിനെതിരെ നമ്മളെല്ലാവരും, നമ്മുടെ ഇന്ത്യക്കാരെല്ലാവരും ഒരേ രാജ്യത്ത് പിറന്നവർ, അതായത് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ലാതെ, വേർതിരിവൊന്നുമില്ലാതെ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സന്ദർഭമാണിത്. ഇവിടെ നമുക്ക് ജാതിയും മതവും ഒന്നുമില്ല. നമ്മളെല്ലാവരും ഒരു രാജ്യത്ത് പിറന്ന ആളുകളാണ്. നമ്മൾ ഈ സന്ദർഭത്തിൽ പരസ്പരം വിദ്വേഷമോ വർഗീയതയോ ഒന്നും കാക്കാതെ, അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മളെല്ലാവരും ഒരേ രാജ്യത്തെ പൗരന്മാരെന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിനെതിരായിട്ടുണ്ടായിരുന്ന ഈ ആക്രമണത്തിനെതിരെ പ്രതിഷേധിക്കുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നാളെ നമുക്കും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിക്കൂടുന്നില്ല. ടൂറ് പോയ കാശ്മീരിൽ അത്രയും മനോഹരമായ സ്ഥലമാണ് കാശ്മീർ. അവിടെ ആ പ്രദേശം കാണാൻ വേണ്ടിയിട്ട് പോയ ടൂറിസ്റ്റുകൾ, നമ്മുടെ മലയാളികളൊക്കെയുണ്ട്. അവരെയൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയ നീചന്മാരാണ് ഈ പാകിസ്ഥാനികൾ. മുസ്ലിം മതത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞ് ആ സമയത്ത് അറിയാൻ മേലാത്ത ആളുകൾ മുസ്ലിം അല്ല എന്ന് മനസ്സിലാക്കി ഹൈന്ദവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് പുരുഷന്മാരെ. സ്ത്രീകളാരും മരണപ്പെട്ടില്ലെന്നാണ് തോന്നുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങൾ വരെയും ഇത് കണ്ടുകൊണ്ട് നിൽക്കേണ്ട ദുരന്തമായിപ്പോയി. അവരുടെ വീട്ടിലുള്ള അംഗങ്ങളാണ് മരണപ്പെട്ടത്. വളരെ സങ്കടകരമായൊരു വാർത്തയാണിത്. അത്രയും നല്ലൊരു പ്രദേശമാണ് ആ കാശ്മീരിലെ ബൈസൺ വാലി എന്നറിയപ്പെടുന്ന ആ പ്രദേശം. അവിടെ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് വിനോദസഞ്ചാരത്തിനായിട്ട് പോയതാണ്. അപ്പോഴാണ് ഭീകരരുടെ ഒരു ആക്രമണം. സൈനിക വേഷത്തിലാണ് ഇവർ വന്നത്. അതുകൊണ്ട് പട്ടാളക്കാരാണെന്നാണ് ആളുകൾ കരുതിയത്. പെട്ടെന്ന് ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയും ഇവരെ ആക്രമിക്കുകയും കലിമ എന്ന് പ്രയർ ചെല്ലാൻ വേണ്ടിയിട്ട് അവരോട് പറയുകയും ചെയ്തു. ഇത് മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ഈ പ്രാർത്ഥന എന്താണെന്ന് അറിയുകയുള്ളായിരുന്നു. പക്ഷേ അതിലൊരാൾ ഈ മുസ്ലിംസ് ആൾക്കുകളുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ആ പ്രാർത്ഥന മനസ്സിലാവുകയും അദ്ദേഹം അത് ചൊല്ലുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിനെയും കുടുംബത്തെയും വെറുതെ വിട്ടു. അത്രയും ജാതി തിരിവ് നോക്കിയാണ്. അതിലൊരു സ്ത്രീ വാവിട്ട് കരഞ്ഞപ്പോൾ ആ സ്ത്രീയോട് പറഞ്ഞു, മോദിയോട് പറഞ്ഞേക്ക്, നിങ്ങളെ ഞാൻ കൊല്ലുന്നില്ല, ഈ വിവരം നിങ്ങൾ മോദിയോട് പറഞ്ഞേക്കെന്ന്. അത്രയും ഒരു ജാതി തിരിച്ചുള്ള ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനാണ് അവർ നോക്കിയത്. ഇന്ത്യക്കാരെ കൂടെ വേർതിരിച്ച് ഈ വിദ്വേഷം പകർത്തി ഇവിടെയും ഹിന്ദു മുസ്ലിം സമുദായങ്ങൾ തമ്മിലുള്ള വർഗീയത ഉണ്ടാക്കാനാണ് ഈ പാകിസ്ഥാനികൾ നോക്കിയത്. പക്ഷേ ഈ സന്ദർഭത്തിൽ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കേണ്ടത്. കാരണം നമുക്ക് ജാതി എന്നൊരു ഇത് ഇല്ല. നമ്മളെല്ലാം, നമ്മുടെ ശരീരത്തിലൂടെ എല്ലാം ഒഴുകുന്ന രക്തത്തിൻ്റെ നിറം ഒരേ നിറമാണ്, ചുവപ്പാണ്. അല്ലാതെ ഇവിടെ ഹിന്ദു ആണെന്നോ, ഹിന്ദുവിൻ്റെ ബ്ലഡിൻ്റെ നിറം പച്ചയാണെന്നോ, മുസ്ലിമിൻ്റെ ബ്ലഡിൻ്റെ നിറം വേറൊരിതാണ്, ക്രിസ്ത്യാനികളുടെ അങ്ങനെയൊന്നുമില്ല. നമ്മളൊന്നും അങ്ങനെ ഒരു വർഗീയത കണക്കാക്കേണ്ട സന്ദർഭമല്ലിത്. അതിൽ ഒരു ആ കുടുംബം ഈ പ്രദേശം കാണാൻ വന്നപ്പോൾ അച്ഛനും മകളും മകളുടെ 2 കുട്ടികൾ, ഇരട്ടക്കുട്ടികളായ 2 ആൺകുട്ടികളെയും കൂട്ടിയാണ് ഇവർ വന്നത്. അവർ വന്നപ്പോഴത്തേക്കിന് പെട്ടെന്നൊരു വെടിയൊച്ച കേൾക്കുകയും അതിനുശേഷം ഇവരുടെ അടുത്തേക്ക് ഒരു ഭീകരൻ അടുത്തേക്ക് വരികയും ചെയ്തു. എന്നിട്ട് ആ പിതാവിനോട് ചോദിച്ചു, ഈ പ്രാർത്ഥന പറയാൻ പറഞ്ഞപ്പോൾ അവർക്കറിയില്ല, അവർ ഹിന്ദുസാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കിതറിയില്ല, ഞങ്ങൾ അവർ ഹിന്ദിയിലാണ് പറഞ്ഞത്, ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ തന്നെ ആ മക്കളുടെയും കൊച്ചുമക്കളുടെയും മകളുടെയും കാങ്കൽ ആ പിതാവിനെ അപ്പോൾ തന്നെ വെടിവെച്ച് കൊന്നു. പിന്നീട് മകളുടെ നേരെ തലയ്ക്ക് നേരെ വെടിവെക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് കുട്ടികൾ ഉറക്കെ അലറുകയുണ്ടായി. അപ്പോഴത്തേക്കിന് എന്തോ തോന്നി ആ സ്ത്രീനെ വെറുതെ വിട്ടു. അപ്പോഴത്തേക്കിന് ഇവർ പെട്ടെന്ന് ഓടി കാട്ടിൽ കൂടെ കടന്ന് അവരുടെ വാഹനം പാർക്ക് ചെയ്തെടുത്ത് ചെന്ന് ഡ്രൈവറോട് പറഞ്ഞു. അങ്ങനെ അവർ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. തലനാരിഴയ്ക്കാണ് കുറച്ചാളുകൾ രക്ഷപ്പെട്ടത്. സ്ത്രീകളാണ് ഇത് കൂടുതലും രക്ഷപ്പെടുകയുണ്ടായത്. അതിൽ ഹണിമൂണിനായിട്ട് പോയ ഒരു നാവികസേന ഉദ്യോഗസ്ഥൻ മരണപ്പെട്ട വിവരം ഭയങ്കര സങ്കടകരമായിട്ടൊരു വാർത്തയാണ്. കാരണം വിവാഹം കഴിഞ്ഞിട്ട് വെറും 6 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് ഈ ഭീകരർ ചെന്നിട്ട് ഇയാൾ ഹിന്ദു ആണ്, മുസ്ലിം അല്ല എന്ന് പറഞ്ഞ് വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. കൊച്ചിയിലാണ് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്ത് ഭയാനകരമായ ഒരു സംഭവമാണിത്. നമ്മുടെ നാടിനെ വളരെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു ഭയങ്കര ഒരു ആക്രമണം തന്നെയാണ്. ഇതിനെതിരായിട്ട് ഇന്ത്യ കടുത്ത നടപടികൾ തന്നെ തുടരുമെന്നാണ് അറിയാൻ സാധിച്ചത്. കടുത്ത നടപടികൾ തന്നെ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. കാരണം പാകിസ്ഥാൻ്റെ ഈ കടന്നുള്ള ആക്രമണം, നുഴഞ്ഞു കയറിയുള്ള ആക്രമണം, കാശ്മീർ അവരുടെയാണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇവിടെ എത്തിയേക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവരുടെ പ്രതിഷേധം. ഇതിന് ഇന്ത്യ തക്കതായ ഒരു ശിക്ഷ തന്നെ നടപ്പിലാക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തല്ലേ, നമ്മുടെ ഇന്ത്യക്ക് നൽകിയ ഒരു മികച്ച ഒരു അടിയാണ് ഇപ്പം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വലിയൊരു അടിയാണത്. നമ്മൾ അതിനെതിരായിട്ട് ശക്തമായിട്ട് പൊരുതുക തന്നെ ചെയ്യണം. ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കണം. അല്ലാതെ ഇവിടെ ചില ആളുകൾ ഓരോ വാർത്തയുടെ മുമ്പിൽ ചില 1-2 പേര് കമൻ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു. നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മുടെ രാജ്യമാണ് നമുക്ക് വലുത്. അപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത്, അല്ലാതെ പാകിസ്ഥാന് വേണ്ടിയിട്ടല്ല. ഇവിടെ ചില മതവിദ്വേഷികൾ അവർ എതിർപ്പുകൾ പറയുന്നുണ്ട്. നമുക്കിവിടെ ജാതി നോക്കേണ്ട കാര്യമില്ല. ഈ സന്ദർഭത്തിൽ ഒരു മഹാദുരന്തവും മഹാ ആക്രമണമാണ് ഈ പാകിസ്ഥാന് നമ്മുടെ ഇന്ത്യക്ക് എതിരായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെതിരായിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യക്ക് ഇതിന് എതിരായിട്ടുള്ള തക്കതായ ഒരു മുന്നേറ്റം നടത്താൻ ഉണ്ടാകട്ടെ എന്നാണ് പറയാനുള്ളത്.